നമ്മൾക്ക് മസ്തിഷ്കമരണം കഴിഞ്ഞ് അവയവദാനത്തിന് തയ്യാറാകുന്നവരുടെ എണ്ണം തന്നെ കേരളത്തിൽ കുറച്ച് നാളുകളായിട്ട് വളരെ കുറവായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം 25 പേരാണ് മസ്തിഷ്കമരണാനന്തര അവയവദാനത്തിന് സന്നദ്ധരായത്. അത് 2024 അത് വെറും 11 അപ്പൊ ഇത് ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ് ആൽവിന്റെ മാതാപിതാക്കൾ നൽകുന്നത്. അതുകൂടാതെ നമുക്ക് 2 കുട്ടികൾക്ക്, അതായത് 1 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് ലിവറും 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് കിഡ്നിയും കൊടുക്കാൻ പറ്റി. അവർ രണ്ടുപേരും അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ട് വരികയാണ്. പക്ഷെ നമ്മള് ഈ അവയവം ഒരു സ്വീകരിക്കുന്ന കുട്ടിക്കും അതിന്റെ കമ്പാറ്റബിലിറ്റിയും അതുകൂടാതെ റിജക്ഷൻ ഒന്നും ഇല്ലാതെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നതും നോർമലി ഫങ്ഷൻ ചെയ്ത് തുടങ്ങുന്നതിനും കുറച്ച് സമയം, സാധാരണ ഒരു ആഴ്ചയോളം എടുക്കും നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന്റെ റിസൾട്ട് അറിയാൻ. അപ്പൊ അത്രയും നാള് വളരെ ആശങ്കയും ഒക്കെ ഉള്ള ഒരു സമയമാണ്. അതാണ് ഈ കുഞ്ഞ് ശരീരത്തിലെ അവയവങ്ങളാകുമ്പോൾ അത് കുഞ്ഞുങ്ങളിലേക്ക് തന്നെയാണല്ലോ അല്ലെ മാറ്റിവെക്കേണ്ടതും. അതെ 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 അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നോ? കാരണം ഇതിപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ചു, അതിനുശേഷം ഈ അവയവങ്ങളെല്ലാം മറ്റ് ശരീരത്തിലേക്ക് യോജിച്ചതാണോ എന്നുള്ളൊരു അങ്ങനെ ഒരു അതെ അതെ അതിന് നമ്മള് ഹിസ്റ്റോ കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയും. അതായത് ദാതാവിന്റെ കോശവും ഈ സ്വീകർത്താവിന്റെ ബ്ലഡില് ദാതാവിന്റെ കോശങ്ങൾക്കെതിരായുള്ള ഏതെങ്കിലും ആന്റിബോഡി സർക്കുലേറ്റ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്രോസ് മാച്ചിങ് ടെസ്റ്റും HLA ടൈപ്പിങ്ങും ചെയ്തത്. എറണാകുളത്ത് ഒരു ലാബിലാണ് അത് ചെയ്തത്. കാരണം ഡോണർ എറണാകുളത്ത് ആയതുകൊണ്ട് നമ്മൾ സ്വീകർത്താവിന്റെ ബ്ലഡ് എറണാകുളത്ത് അയച്ചു, ദാതാവിന്റെ ബ്ലഡ് അവിടുന്ന് എടുക്കുകയും അവിടുത്തെ ഒരു ഇമ്മ്യൂണോളജി ലാബില് അതിന്റെ ക്രോസ് മാച്ച് ചെക്ക് ചെയ്യുകയും കമ്പാറ്റബിലിറ്റി എൻഷുർ ചെയ്ത ശേഷമാണ് നമ്മൾ സ്വീകർത്താവിന് ഫൈനലൈസ് ചെയ്തത്, തീർച്ചപ്പെടുത്തിയത്. അതാണ് താങ്കളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ ആളുകൾ എത്തുന്നതിന്റെ എണ്ണം കൂടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളതാണ് എയർ ആംബുലൻസ് വഴിയുള്ള ഈ മാറ്റങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം 10 മാസം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞാണ്. ആ കുഞ്ഞിന് അപകടത്തിൽ അതിൻ്റെ ജീവൻ പോകുന്നു. ആ ഒരു സമയത്ത് ആ കുഞ്ഞിൻ്റെ അച്ഛനെടുത്ത ഒരു തീരുമാനം, അല്ലെങ്കിൽ അച്ഛനാണ് ഇത് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു വലിയൊരു തീരുമാനത്തിൽ നമ്മൾ എത്ര അഭിനന്ദനം നൽകിയാലും അവസാനിക്കില്ല. അത്രത്തോളം വലിയൊരു കാര്യം തന്നെയല്ലേ അവർ ചെയ്തിരിക്കുന്നത്. അതെ അതെ വളരെ വലിയ കാര്യം. അത് ആക്ച്വലി സംസ്ഥാന ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ആ കുഞ്ഞിന് നാളത്തെ സംസ്കാര ചടങ്ങ് സ്റ്റേറ്റ് ഓണറോടുകൂടി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.